ബ്രിട്ടനിൽ അപ്രതീക്ഷിത നീക്കവുമായ പ്രധാനമന്ത്രി ഋഷി സുനക് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ ശേഷിക്കെ ജൂലൈ 4-ന് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ മാസങ്ങൾ ഇനിയും ബാക്കിയുള്ളപ്പോഴാണ് നിശ്ചയിച്ചതിലും ഏറെ നേരത്തെ പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ജൂലൈ 4-ന് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സുനക് അറിയിച്ചു. ഔദ്യോഗിക വസതിക്ക് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. Earlier today, I spoke with His Majesty the King to request the dissolution of Parliament. The King has granted this request, and we will have a general election on the 4th of July. This election will take place at a time when the world is more dangerous than it has been since the end of the Cold War. ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു സുനകിന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. 2025 ജനുവരി വരെ സർക്കാരിന് കാലാവധി അവശേഷിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഋഷി സുനകിന്റെ അപ്രതീക്ഷിത നീക്കം. ഈ മാസം 30-ന് നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടും. കൺസർവേറ്റീവ് പാർട്ടിയിൽ സുനക് ഒറ്റപ്പെട്ടതോടെ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയാണ് സർവേകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും കൺസർവേറ്റീവ് പാർട്ടിക്ക് വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. 14 വർഷമായി അധികാരത്തിലിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി പൊതുതിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.